ഹായ് എവരിവൺ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെമി കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയിൽ ഇൻഡോർ സിറ്റിംഗ് സ്പേസിൽ ഇപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് അതിന്റെ സറൗണ്ടിങ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടുള്ള ഒരു ചെറിയ കോർട്ട്യാർഡിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലോർ ടൈലാണ്. ആ ഫ്ലോർ ടൈല് വരുന്നത് നാച്ചുറൽ വുഡിന്റെ ഡെക്ക് ടൈൽ ആയിട്ടാണ് വരുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ WPC ഡെക്ക് ടൈൽ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇത് വരുന്നത് നാച്ചുറൽ വുഡിന്റെ ഡെക്ക് ടൈലാണ്. അത് എങ്ങനെയാണെന്നുള്ള അതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഞാൻ രണ്ട് പ്രോഡക്റ്റിന്റെ കമ്പാരിസണോട് കൂടി തന്നെ ഞാൻ പറയാം, രണ്ട് ബ്രാൻഡിന്റെ. ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ ഈ ഡെക്ക് ടൈലാണ് നിങ്ങൾ ഈ കാണുന്നത്. 4 പീസിന്റെ നാച്ചുറൽ വുഡിന്റെ പീസ് വെച്ചിട്ട് അതിന്റെ ബാക്കിലത്തെ പോളിമറിന്റെ മെഷാണ് വരുന്നത്. അത് ആ മെഷ് തടിയോടുകൂടി സ്ക്രൂ ചെയ്തിട്ടാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തടിയെല്ലാം എല്ലാ ബ്രാൻഡ് വരുന്നതും ഈപ്പയുടെ ഈ ബ്രസീലിയൻ ഈപ്പേ എന്ന് പറഞ്ഞൊരു വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തടിയെല്ലാം സെയിം തന്നെയായിരിക്കും, അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. പക്ഷെ ഡെക്ക് ടൈല് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബാക്കിലത്തെ മെഷാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ഈ മെഷ് എല്ലാം ഡാമേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മെഷിന്റെ ഈ പ്രത്യേകത, ഈ കുറച്ച് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ മെഷ് വന്നിരിക്കുന്നത്. ഈ മെഷിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ 4 സൈഡിലത്തെയും മിക്കതും ഡാമേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. വേറൊരു ടൈൽ ഇപ്പൊ ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതും നാച്ചുറൽ വുഡിന്റെ ബ്രസീലിയൻ ഈപ്പയുടെ ഡെക്ക് ടൈലാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിന്റെ മെഷ് എല്ലാം ഭയങ്കര പ്രോപ്പറാണ്. ഈ ടൈലിനോട് ചേർന്ന് തന്നെയാണ് ഈ മെഷ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇന്റർലോക്ക് ചെയ്തിടുമ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് വരുന്നില്ല. പക്ഷെ ബാക്കിലത്തെ പോളിമർ എല്ലാം രണ്ടും മോറോളസ് സെയിം തന്നെയാണ്. ഇതിന്റെ ലോക്കാണ് ഈ നാച്ചുറൽ വുഡിന്റെ ഡെക്ക് ടൈൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ടൈലെല്ലാം ടോപ്പിലത്തെ ക്വാളിറ്റിയും കാര്യങ്ങളും അതിന്റെ കാണുമ്പോഴുള്ള ഫീൽ എല്ലാം സെയിം തന്നെയാണ്. ഇതിന്റെ ഒരു സൈസ് വരുന്നത് 1 feet by 1 feet സൈസും, പിന്നെ അതിന്റെ തിക്നെസ് ഓൺ ആൻ ആവറേജ് 30 to 34 mm തിക്നെസ്സിലുമാണ് ഈ ഡെക്ക് ടൈൽ വരുന്നത്. ഈ നാച്ചുറൽ വുഡിന്റെ ഡെക്ക് ടൈൽ എല്ലാം ഇൻസ്റ്റലേഷൻ വളരെ ഈസിയാണ്. 4 സൈഡിൽ ഇന്റർലോക്കിംഗ് മെക്കാനിസം വരുന്നതുകൊണ്ട് ലെവൽഡ് സർഫസിലേക്ക് ഒരു ടൈല് മറ്റൊന്നിനോട് ഇന്റർലോക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാം. പക്ഷെ അതിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒരു ബഫർ മെഷീൻ വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്തൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ 2 കോട്ടെങ്കിലും ഡെക്ക് ഓയിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഇൻസ്റ്റലേഷൻ പൂർണ്ണമാവുള്ളൂ. പിന്നെ ക്ലയൻസിന്റെ എപ്പോഴുള്ളൊരു ഡൗട്ടാണ് ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഇതിന്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. നാച്ചുറൽ വുഡ് ആയതുകൊണ്ട് ഇത് വെയിലും മഴയും അടിക്കുന്ന സീസണൽ വേരിയേഷൻ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യണം. സാൻഡിങ്ങും പോളിഷിങ്ങും എന്തായാലും നമുക്ക് ഈ ഡെക്ക് ടൈൽ ചെയ്യണം. അതല്ല പ്യൂർലി ഇൻഡോർ ആയിട്ടുള്ള സ്പേസ് ആണെങ്കിൽ 3-4 വർഷം കൂടുമ്പോൾ സാൻഡിങ് അല്ലെങ്കിൽ ബഫ് ചെയ്തിട്ട് കോട്ട് ചെയ്താൽ മതിയാവും, ഡെക്ക് ഓയിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. പക്ഷെ ഇതിന് മെയിൻ്റനൻസ് വളരെ ആവശ്യമാണ്. നാച്ചുറൽ വുഡ് ഏതാണെങ്കിലും നമുക്ക് ഇതിന് മെയിൻ്റനൻസ് വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വേറൊരു പ്രോഡക്റ്റിന്റെ കമ്പാരിസണുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.